വചനപ്രകാശം. പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും കർത്താവിനെ വാഴ്ത്തിപ്പാടുന്നവരാകാം. ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ, മുട്ടുകുത്തേണ്ടത് കർത്താവിന്റെ മുമ്പിലാ. അത് കർത്താവിനെ അന്വേഷിക്കില്ല, മുട്ടുകുത്തി അന്വേഷിക്കുക. അതുപോലെ മക്കളെ, പ്രഭാതത്തിൽ എഴുന്നേറ്റ് എത്രയും പെട്ടെന്ന് ആ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് വേഗം വീട്ടിൽ നിന്ന് ജോലി സ്ഥലത്തേക്ക് പുറപ്പെടുകയല്ല. നീ പുറപ്പെടുന്നതിന് മുന്നേ നിന്റെ ഉഷസ്സിലെ കർമ്മങ്ങളൊക്കെ വേഗം തീർത്തല്ലോ. ഇനി നീ മറന്നുപോയ ഒരു കാര്യമുണ്ട്. നിന്റെ കർത്താവിനെ നീ മറന്നു, കർത്താവിനെ അന്വേഷിക്കാൻ മറന്നു. നീ ജോലി സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിന് മുന്നേ ചെയ്യേണ്ട പ്രധാന കാര്യം, അലാറമൊക്കെ അതിനും പുറകോട്ടെടുത്ത് വെച്ച് സമയത്തെ ക്ലിപ്തപ്പെടുത്തി നീ സുവിശേഷം വായിക്കാൻ കുറെ സമയം ചെലവാക്കേണ്ടിയിരിക്കുന്നു. കർത്താവിനെ അന്വേഷിക്കുക, അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക. സുവിശേഷം മുഴുവൻ അവിടുത്തെ രാജ്യവും നീതിയുമല്ലേ, കർത്താവിന്റെ സ്നേഹമല്ലേ. അവിടുത്തെ കുറിച്ച് അന്വേഷിക്കാതെ മകനെ മകളെ, എത്ര ജോലി ചെയ്യാൻ പോയാലും എങ്ങോട്ടെല്ലാം പോയാലും നമ്മൾക്ക് ഐശ്വര്യമായി നമ്മുടെ സമ്പത്തൊക്കെ നമുക്ക് സമ്പാദിക്കണമെങ്കിൽ, നീ കുടുംബത്തേക്ക് അധ്വാനിച്ച് കൊണ്ടുവരുന്ന സമ്പത്ത് ഐശ്വര്യമാകണമെങ്കിൽ കർത്താവിനെ അന്വേഷിച്ച് കർത്താവിനെ കൂടെ നിർത്ത്. നീ ഏറെ നേരം ബൈബിൾ വായിച്ച് കുറച്ചു നേരം ധ്യാനിച്ചങ്ങനെ ഇരുന്ന് കർത്താവുമായി സ്വകാര്യ സംഭാഷണത്തിൽ ഏർപ്പെടുക. കുറച്ച് തവണ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ, കുറച്ച് ദിവസം കഴിയുമ്പോൾ മകനെ മകളെ, തിരിച്ച് നിന്നോടും കർത്താവ് സംസാരിച്ചു തുടങ്ങും. നീ അങ്ങോട്ട് മാത്രമല്ല ഇത് സംസാരിച്ചത്, ഇനി തിരിച്ചും നീ കർത്താവിനെ കൂടെ കൂട്ടിയാൽ, നീ രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ അന്വേഷിച്ചില്ലേ ഏറെ നേരം, കർത്താവിന്റെ രാജ്യവും നീതിയും നീ അന്വേഷിച്ചില്ലേ, ഇനി നീ ജോലിസ്ഥലത്തേക്കോ എങ്ങോട്ട് പോയാലും ഏത് യാത്രയ്ക്ക് പോയാലും കൂടെ കർത്താവ് ഉണ്ടാവും. നിന്റെ നിഴലിനെ പോലെ നിനക്കൊരു വേദന വന്നാൽ കർത്താവ് അത് കാണും, അതിന് പരിഹാരം കാണും. നിന്റെ ശക്തി ക്ഷയിക്കുന്ന കഴിഞ്ഞാൽ നിന്നെ അവിടുന്ന് പിടിച്ചുയർത്തും. നിന്നെ ആരെങ്കിലും വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിച്ചാൽ നിന്റെ മുറിവുകൾ കർത്താവ് വെച്ച് കെട്ടും. മകനെ മകളെ, ഇത്രയും കാലം സമ്പാദിച്ചതുപോലെയല്ല കർത്താവ് നൽകുന്ന സമ്പത്ത്. അത് ഐശ്വര്യമാണ്. നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയ്ക്ക്, ഭർത്താവിന്, മാതാപിതാക്കൾക്ക്, മക്കൾക്ക് എല്ലാം സന്തോഷത്തോടെ ആനന്ദിച്ചനുഭവിക്കാം. കർത്താവിന്റെ ഐശ്വര്യമുണ്ട് ആ സമ്പത്തിൽ. സുഭാഷിതങ്ങൾ 10-ാം അധ്യായം 22-ാം വാക്യം പറയുന്നു, കർത്താവിന്റെ അനുഗ്രഹം സമ്പത്ത് നൽകുന്നു, അവിടുന്ന് അതിൽ ദുഃഖം കലർത്തുന്നില്ല. കർത്താവിനെ കൂടെ കൂട്ടിയാൽ എല്ലാത്തിലും ഐശ്വര്യമാണ് മക്കളെ. അന്വേഷിക്കാം, എല്ലാവർക്കും അന്വേഷിക്കാം. ഉഷസ്സിൽ എഴുന്നേറ്റ് കർത്താവിനെ അന്വേഷിക്കുന്ന മക്കൾക്കെല്ലാം അവിടുത്തെ കൃപ ലഭിക്കും. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ശാസനം സ്വീകരിക്കുന്നു. പ്രഭാതത്തിൽ ഉണർന്ന് അവിടുത്തെ അന്വേഷിക്കുന്നവന് കൃപ ലഭിക്കും. പ്രഭാഷകൻ 32-ാം അധ്യായം 14-ാം വാക്യം.